ദൃഢം ക്ലൈമാക്സിൽ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടം ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യേ എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് മേക്കിംഗ് കാണുമ്പോൾ ജീത്തുവിന്റെ പടം പോലെ തന്നെ ഇരിക്കുന്നത്. ജീത്തുവിന്റെ അസിസ്റ്റന്റ് ആണ്. ഓഫ് കോഴ്സ് വാച്ചബിൾ പടമാണ്. കുഴപ്പമില്ല, നല്ല പടമാണ്. പക്ക എൻഗേജിംഗ് ആണോ സിനിമ? ഒരു ക്രൈം ഒരു ത്രില്ലർ മൂവി പോലത്തെ. ക്ലൈമാക്സ് നമ്മളെ ഞെട്ടിക്കോ? ക്ലൈമാക്സ് കൊള്ളാം, നല്ല ക്ലൈമാക്സ് ആണ്. ഷൈന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഷൈൻ ഓക്കെ ആണ്. പക്ക എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയ സമയത്ത് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കടന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഞെട്ടിച്ചു. ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ട്. ക്ലൈമാക്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റ് ഒക്കെ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നല്ല മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് കുഴപ്പമില്ല. പുള്ളി നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ചെറിയൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോൾ സ്റ്റോറി ഇത്തിരി ഒന്ന് ഹൈ ആയി. നല്ല മൂവിയാണ്. കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് ഇത്തിരി അടിപൊളിയായിരുന്നു. ഡയറക്ടർ അപ്പൊ അതേ മേക്കിംഗ് സ്റ്റൈലൊക്കെ തന്നെ ആയിരുന്നു അതോ? അത്ര കുഴപ്പമില്ലാത്തതാണ്. ക്ലൈമാക്സ് ഒക്കെ ഷൈൻ കൊള്ളാം. ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ആയിരുന്നു നല്ല പടം കൊണ്ടുപോയത്. കൊള്ളാം, നല്ല സിനിമ കാണാൻ കൊള്ളാം. ഇല്ല, ഇന്റർവെല് വരെ കുറച്ച് ഇതായിരുന്നു. അതിന് കൊള്ളാം, നല്ല പടമായിരുന്നു. പക്ക എൻഗേജിംഗ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷൈന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെ കണ്ടതുള്ളതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ടോ? എന്താ ബ്രോ? സ്റ്റാർട്ട് ടു എൻഡ് തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ടോ? സെക്കൻഡ് ഹാഫ് ആണ് സൂപ്പർ. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ജിത്തു ജോസഫിന്റെ സിനിമ സ്ഥിരം മൂവീസ് പോലെയാണോ അതോ? അത്രയ്ക്കൊന്നും ക്ലൈമാക്സ് എന്തായാലും ഞെട്ടിച്ചില്ലേ? കുഴപ്പമില്ല. പക്ക സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിംഗ് ആണോ? ഒരു ക്രൈം ത്രില്ലർ അത്രേ ഉള്ളൂ. ആവറേജ്. വൺ ടൈം വാച്ചബിൾ ആണോ? ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. കുറച്ച് നേരം ഒരു സ്ലോ പേസിലായിരിക്കും പോകുന്നത്. പക്ഷെ ഗ്രാഫ് കയറി പോകുന്നുണ്ട്. കാരണം ക്ലൈമാക്സ് ലാസ്റ്റ് സീൻ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. പിന്നെ ഷൈന്റെ പെർഫോമൻസ് ആയാലും വളരെ നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് മുതൽ സിനിമ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ആയാലും അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് സ്റ്റോറി പോയത്. സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിംഗ് ആണോ? സ്റ്റാർട്ടിങ് അത്ര എൻഗേജിങ് അല്ലായിരുന്നു. ജസ്റ്റ് സാധാരണ ഇതേപോലത്തെ സിനിമ പോലെ. സെക്കൻഡ് ഹാഫ് വന്നിട്ട് കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചായിരുന്നു. ക്ലൈമാക്സ് കൊള്ളാം. പെർഫോമൻസ് വൈസ് ഷൈൻ ആണോ? കൊള്ളാം. ഷൈൻ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബാക്കിയുള്ളത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷൈൻ കുറച്ച് നല്ലതായിരുന്നു.